Hi everyone, welcome back to NSQF JST second year online classes. You already had one video about the topics to be studied in this year, and today we are going to discuss the basic concepts of software engineering. What is software engineering? That should be discussed in detail. What is software? What is engineering? And what is software engineering? These are the broad topics to be discussed here, and that we are going to discuss one by one. എന്താണ് software engineering? ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതുപോലെ വിശ്വസനീയമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിന് വേണ്ടി അഥവാ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധ ശാസ്ത്രീയ തത്വങ്ങളും രീതികളും ഉപയോഗിക്കുന്നതിനായി എൻജിനീയറിംഗ് ബ്രാഞ്ചിനെ അല്ല എൻജിനീയറിംഗ് ശാഖയെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിൽ എൻജിനീയറിംഗ് ബ്രാഞ്ച് ഉപയോഗിക്കുന്നതിനെയാണ് ചുരുക്കി പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് വോളിയം വി വിൽ ഡിസ്കസ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ആൻഡ് ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സച്ച് ആസ് റിക്വയർമെൻറ്റ് അനാലിസിസ്, സിസ്റ്റം അനാലിസിസ്, സിസ്റ്റം ഡിസൈൻ, സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ, system maintenance, etc., and how we can maintain a management information system. Before going to software engineering, we must know what is software and what is engineering. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൈത്തൺ പോലെയുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ കോഡുകളെയാണ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. A software, when it is made up of a specific requirement, that is called a software product. And we know many examples for software products. ഇനി എന്താണ് എൻജിനീയറിംഗ്? എൻജിനീയറിംഗ് എന്തെന്നാൽ ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രീയമായ മെത്തേഡ്സ് അഥവാ രീതികൾ അതേപോലെ ടെക്നിക്സ് ഉപയോഗിച്ച് കോസ്റ്റ് എഫക്റ്റീവായ ഒരു നിർമ്മാണം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിനെ നമുക്ക് ചുരുക്കത്തിൽ എൻജിനീയറിംഗ് എന്ന് വിളിക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് മേഖലകളിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഫിസിക്സ് അതേപോലെ മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷനിലാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൻറ്റിനകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ കെമിസ്ട്രി ആൻഡ് ബയോളജി എക്സെട്ര ആർ യൂസ് ടു ഡിസൈൻ സെൻസേഴ്സ് ഫോർ മെഷറിംഗ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് സ്ട്രെസ് വാല്യൂസ് എക്സെട്ര. ഇതൊക്കെ പല മേഖലകളിൽ സയൻസ് ആൻഡ് എൻജിനീയറിംഗിൻ്റെ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ നിർമ്മാണ മേഖലയിലും നമ്മൾ ഇതുപോലെ എൻജിനീയറിംഗ് ഉപയോഗിക്കുന്നതിനെയാണ് software engineering എന്ന് പറയുന്നത്. That means software engineering is defined as systematic, disciplined and quantifiable approach for the development, operation and maintenance of a software. It is an engineering branch associated with the development of a software product using well-defined scientific principles, methods and procedures. The outcome of software engineering is an efficient and reliable software product. ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് വളരെ എഫക്റ്റീവ് ആവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി പെർഫെക്റ്റ് ആവുന്നതിന് വേണ്ടി അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എഫക്റ്റീവ് ആവുന്നതിന് വേണ്ടി നമ്മൾ എൻജിനീയറിംഗ് ബ്രാഞ്ച് അല്ലെ സയൻറ്റിഫിക് മെത്തേഡ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നിർമ്മിക്കപ്പെടുന്നത് ഒരുപാട് സിസ്റ്റമാറ്റിക് അപ്രോച്ചുകൾ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തുകൊണ്ട് ആണ്. അതായത് ആദ്യം തന്നെ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള റിക്വയർമെൻറ്റ് സ്റ്റഡി നടത്തുന്നു. അതായത് കസ്റ്റമറുടെ ആവശ്യത്തെ പറ്റി മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് ആ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നു, പിന്നെ അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടെസ്റ്റിംഗ് നടത്തുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒത്തിരി ഡെവലപ്മെൻറ്റ് സൈക്കിളിൽ കൂടിയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്നത്. അത് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് പിറകെ ഡിസ്കസ് ചെയ്യാറുണ്ട്.
ഒരു പെർഫെക്റ്റ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 2011 പ്രാബല്യത്തിൽ വന്ന ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡാണ് ISO IEC 9126 എന്ന് പറയുന്നത്. ഇത് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില റെക്കമെൻഡേഷൻസാണ്, ഇൻ്റർനാഷണലി ഫോളോഡ് റെക്കമെൻഡേഷൻസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ എഫിഷ്യൻറ്റ് അഥവാ കാര്യക്ഷമതയുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും. ദേ ആർ റിലയബിൾ, വിശ്വസനീയമായിരിക്കും. യൂസബിലിറ്റി, ഉപയോഗിക്കാൻ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. മെയിൻറ്റെയിനബിലിറ്റി, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പോർട്ടബിലിറ്റി, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ഫങ്ഷനാലിറ്റി, പ്രവർത്തനക്ഷമത വളരെ നന്നായിരിക്കും. ഇങ്ങനെ ISO IEC സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ് വിൽ ബി ആൻ എഫിഷ്യൻറ്റ്, റിലയബിൾ, യൂസബിൾ, മെയിൻറ്റെയിനബിൾ, ഫങ്ഷനാലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇത്തരം ഫീച്ചേഴ്സ് വിസിബിളായി വരുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ക്വാളിറ്റിയുള്ള സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുക. അതായത് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനമായി ചില കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യക്കാരൻ, അതായത് അതിൻ്റെ കസ്റ്റമർ, യൂസറിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക എന്നതാണ്. അതിനെ നമ്മൾ യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അഥവാ URS എന്ന് വിളിക്കും. അതായത് ഒരു യൂസർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി യൂസറുമായി ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി അദ്ദേഹത്തിന് ലഭിക്കേണ്ട റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫൈനലി ഡെലിവർ ചെയ്യേണ്ട പ്രോഡക്റ്റ് ഏത് രൂപത്തിലായിരിക്കണം, എന്തെല്ലാം ഫീച്ചേഴ്സ് അതിനുണ്ടായിരിക്കണം, ഏതെല്ലാം രൂപത്തിൽ അത് പ്രവർത്തിക്കണം, എന്തെല്ലാം ഔട്ട്പുട്ടാണ് അദ്ദേഹം അതിന് പ്രതീക്ഷിക്കുന്നത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും യൂസറുമായി ഡിസ്കസ് ചെയ്ത് വളരെ കൃത്യമായി മനസ്സിലാക്കി അത് ഡോക്യുമെൻ്റ് ചെയ്യണം. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പായ യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമും അതുപോലെ യൂസറും കറക്റ്റ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ക്ലാരിഫൈ ചെയ്തിട്ടായിരിക്കണം അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. അതിനുശേഷം യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ആ ഏരിയയിലുള്ള ബിസിനസ് അനലിസ്റ്റുകൾ ബിസിനസ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഏത് രൂപത്തിലാണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മിക്കേണ്ടത് എന്ന ബിസിനസ് പെർസ്പെക്റ്റീവിൽ ആ റിക്വയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെ ബിസിനസ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അഥവാ BRS എന്ന് പറയും. അപ്പോൾ ബിസിനസ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അപ്രൂവ് ചെയ്ത ശേഷം ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനാവശ്യമായ ടെക്നിക്കൽ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. അതാണ് സിസ്റ്റം റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അഥവാ SRS എന്ന് പറയുന്നത്. SRS ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണലായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണൽ സൈഡും നോൺ ഫങ്ഷണൽ സൈഡും വളരെ കൃത്യമായി സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ ഡിറൈവ് ചെയ്തിരിക്കും. System requirements specifies the functional and non-functional requirements of the software to be developed, where business requirement specification in software engineering is a formal document describing the requirement provided by the user. System requirement specification is created by system architects, where business requirement specification usually created by the business analyst. System requirement specification stands for system requirement specification, where business requirement stands for the business requirement specification. System requirement specification അഥവാ SRS derived from the BRS or business requirement specification, whereas BRS is derived from the user requirement specification അഥവാ URS. ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്ന വിവിധ സ്റ്റേജുകളെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
അതിനെ SDLC അഥവാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് ഏതാനും പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട്. അതിലൊന്നാണ് റിക്വയർമെൻറ്റ് അനാലിസിസ്. റിക്വയർമെൻറ്റ് അനാലിസിസ് യൂസറുടെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് URSൽ ഡിസ്കസ് ചെയ്തതുപോലെ. അതിനുശേഷം അത് പ്ലാനിങ് നടത്തും, ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യും. അതെല്ലാം ബിസിനസ് റിക്വയർമെൻറ്റിലും സിസ്റ്റം റിക്വയർമെൻറ്റിലും വരുന്ന സ്റ്റേജുകളാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉപയോഗിച്ച് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ റീഡെവലപ്പ് ചെയ്യും. ആ പ്രോബ്ലംസ് എല്ലാം ഫിക്സ് ചെയ്ത് പിന്നീട് ആ സോഫ്റ്റ്വെയർ ഡിപ്ലോയ് ചെയ്യും. ഡിപ്ലോയ് ചെയ്യുക മീൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റേജുകളിലൂടെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്നത്. പ്രധാനമായും 2 രൂപത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാണ് വാട്ടർഫാൾ മോഡലും 2 അജൈൽ മോഡലും. വാട്ടർഫാൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഇമേജിൽ കാണുന്നത് പോലെ സീക്വൻഷ്യൽ ഓർഡറിൽ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. സീക്വൻഷ്യൽ മോഡൽ എന്ന് പറയുമ്പം ഓരോരോ സ്റ്റേജുകളും കൃത്യമായ ഓർഡറിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വരുന്ന ഒരു വാട്ടർഫാൾ ഓർഡറിലാണ് ആ മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് അജൈൽ മോഡലാണ്, ഓർ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. അതൊരു കണ്ടിന്യൂസ് ഐട്രേഷൻ അല്ലെങ്കിൽ ആവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. ആവശ്യത്തിനനുസരിച്ച് ഓരോരോ സ്റ്റേജും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ ആവർത്തനം എന്ന് പറയുന്നത് തന്നെയാണ് അജൈൽ മോഡൽ ഇത്ര ഫേമസ് ആകുന്നത്. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണത്. ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ് അജൈൽ മോഡലിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. എന്നാൽ വാട്ടർഫാൾ മോഡൽ ഒരു സീക്വൻഷ്യൽ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജിയാണ് ഫോളോ ചെയ്യുന്നത്. സീക്വൻഷ്യൽ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സ്റ്റേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിറകോട്ട് പോയി പ്രീവിയസ് സ്റ്റേജ് എക്സിക്യൂട്ട് ചെയ്യുക എന്നത് വാട്ടർഫാൾ മെത്തേഡിൽ സാധിക്കുന്നതല്ല. അതായത് അജൈൽ മോഡൽ അലൗസ് ചേഞ്ചസ് ഇൻ ദ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ് where the waterfall has no scope for changing any requirement once the project development is started. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ ചേഞ്ചസ് നടത്തുക എന്നത് വാട്ടർഫാൾ മോഡലിൽ ഡിഫിക്കൽട്ടുള്ള അല്ലെങ്കിൽ സാധിക്കാത്തൊരു കാര്യമാണ്. മറിച്ച് അജൈൽ അത് ആവശ്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ യാതൊരു പ്രയാസം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഈ വാട്ടർഫാൾ മോഡൽ ഉപയോഗിക്കുക വളരെ ചെറിയ പ്രോജക്റ്റുകൾ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന, അധികം ചേഞ്ചസ് ഒന്നും ഡെവലപ്മെൻറ്റിൽ ആവശ്യമില്ലാത്ത ഒരു ഡിസൈൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ പ്രോജക്റ്റുകൾക്കൊക്കെയാണ് വാട്ടർഫാൾ മോഡൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. മറിച്ച് വലിയ ലാർജ് സ്കെയിൽ പ്രോജക്റ്റുകൾക്ക് വാട്ടർഫാൾ മോഡൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിരന്തരമായ ചേഞ്ചസ്, ഡിസ്കഷനുകൾ, മോഡിഫിക്കേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രോജക്റ്റുകൾക്കൊന്നും തന്നെ വാട്ടർഫാൾ മോഡൽ അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് അജൈൽ മോഡലുകളാണ് ഉപയോഗിക്കുക. അത് ഓരോരോ സ്റ്റേജും ആവശ്യത്തിനനുസരിച്ച് ഡിസ്കസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് വേണ്ട രൂപത്തിലുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് നടത്താൻ സാധിക്കും അജൈൽ മോഡൽ. അതുകൊണ്ട് ലാർജ് സ്കെയിൽ പ്രോജക്റ്റുകൾക്കൊക്കെയും തന്നെ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. ഫൈനൽ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സമാനമായ സാമ്പിൾ ഡിസൈൻ അല്ല പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നതിനാണ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോടൈപ്പ് റിലീസ് ചെയ്യുന്നതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്തെന്നാൽ ആ പ്രോട്ടോടൈപ്പ് പ്രോഡക്റ്റ് വിവിധ രൂപത്തിലുള്ള ടെസ്റ്റിംഗ് നടത്തി വല്ല പോരായ്മകളും പ്രയാസങ്ങളോ അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഇഷ്യൂസ് വല്ലതുമുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കി അതെല്ലാം റെക്ടിഫൈ ചെയ്യുന്നതിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും അതിൻ്റെ ഫൈനൽ വെർഷൻ പബ്ലിക്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് റിലീസ് ചെയ്യുന്നതിന് മുമ്പായി അതിൻ്റെ പ്രോട്ടോടൈപ്പ് പ്രിപ്പയർ ചെയ്ത് വിവിധ രൂപത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടാണ് ഫൈനൽ വെർഷൻ മാർക്കറ്റ് റിലീസ് ചെയ്യുക. ഈ പ്രോട്ടോടൈപ്പ് പ്രോഡക്റ്റ് റിലീസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പം
ഒരു ഒറിജിനൽ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നതിന്, ഡെവലപ്പ് ചെയ്യുന്നതിന്, ടെസ്റ്റിങ്ങിന് ചെയ്യുന്ന എല്ലാ ക്രൈറ്റീരിയകളും ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രോട്ടോടൈപ്പും റിലീസ് ചെയ്യുന്നത്. അത് ഫൈനൽ പ്രൊഡക്റ്റ് അല്ല എന്ന് മാത്രം. ഇനി നമ്മൾക്ക് ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നോക്കാം. ഏതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തെയും തൽക്കാലം നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ, നമ്മൾ വിസിബിളായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പിറകിൽ ഒരുപാട് ഇൻവിസിബിളായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് ഉണ്ടായിരിക്കും. ഈ എല്ലാ കോമ്പണൻസും എല്ലാ പാർട്ടും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകൾക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറുകൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന കൃത്യമായ ഒരു ഓപ്പറേഷണൽ മാനുവൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൽ അതിൻ്റെ ഇൻപുട്ട് വളരെ കൃത്യമായി വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ അക്യുറേറ്റ് ആയിട്ടുള്ള, കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന ഒരു ഹാർഡ്വെയർ സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം. അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഫൈനൽ പ്രോഡക്റ്റ് വല്ലപ്പോൾ കൃത്യമായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പീരിയോഡിക്കായിട്ട് സോഫ്റ്റ്വെയറിൽ വല്ല പ്രോബ്ലംസും അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഹാർഡ്വെയറും അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഡാറ്റാബേസ് കൃത്യമായി ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കൃത്യമായ വാലിഡായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിരിക്കണം, ഇതിൽ ഇൻപുട്ടായിരിക്കണം സിസ്റ്റത്തിൽ കൊടുക്കുന്നത്. ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഓപ്പറേഷണൽ മാനുവൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുടെ ഭാഷക്കനുസരിച്ചിട്ടുള്ള ഓപ്പറേഷണൽ മാനുവലുകൾ കൃത്യമായി നിർമ്മിച്ചിരിക്കണം. ഇങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ മേഖലകളും കൃത്യമായി പരിപാലിക്കുന്നതിനെയാണ് മാനേജിങ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ MIS എന്ന് വിളിക്കുന്നത്. ഇത് സോഫ്റ്റ്വെയറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഏരിയ ആണ്. ഇനി ഈ ഒരു കാർട്ടൂൺ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തൊക്കെ അപ്രോച്ചുകൾ സ്വീകരിച്ചാലും റിയൽ ലൈഫിൽ ഇത്തരം ചില പ്രയാസങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു കസ്റ്റമർ, അദ്ദേഹത്തിൻ്റെ ആവശ്യം ആണ് ഒന്നാമത്തെ ചിത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആവശ്യം ആ ഒന്നാമത്തെ ചിത്രത്തിൽ പോലെയുള്ള ഒരു പ്രോഡക്റ്റാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് പ്രോജക്റ്റ് മാനേജർക്ക് മനസ്സിലായതാണ് രണ്ടാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രത്തിലേക്ക് ബിസിനസ് ആർക്കിടെക്റ്റ് അതിനെ ഡിസൈൻ ചെയ്ത രൂപമാണത്. അങ്ങനെ പ്രോഗ്രാമർ അത് ഡെവലപ്പ് ചെയ്തതാണ് നാലാമത്തെ രൂപം. ഈ ബിസിനസ് കൺസൾട്ടൻ്റ് യൂസറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് അഞ്ചാമത്തെ ചിത്രത്തിലുള്ള ആ രൂപമാണ്. അപ്പോൾ യൂസർ ഏതാണ്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഈ തൊട്ട് മുമ്പ് പറഞ്ഞ MISൽ പറയുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമാണ്. വളരെ ബ്ലൂ സ്കൈ ആണ്, ഒന്നുമില്ല. ഡോക്യുമെൻ്റ് സിസ്റ്റമൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഇൻ റിയാലിറ്റി നത്തിങ് ഇസ് ഡോക്യുമെൻറ്റഡ്. ഓപ്പറേഷൻ ടീം ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് ഏഴാമത്തെ ചിത്രത്തിൽ കാണുന്നത്. എട്ടാമത്തെ സൈഡാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്, അതിൻ്റെ ഫൈനാൻഷ്യൽ സൈഡാണ്. യാതൊരു പ്രയാസവുമില്ലാതെ വളരെ ഹൈ ലെവലിലാണ് ബില്ല് ചെയ്തിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന സപ്പോർട്ടാണ് ഒൻപതാമത്തെ ഭാഗം. ഒന്നുമില്ല. പത്താമത്തത് നോക്കിയാൽ ഒരു യൂസറിന് അല്ലെങ്കിൽ കസ്റ്റമറിന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സംഭവമാണ് ആ പത്താമത്തെ ചിത്രത്തിൽ പറയുന്നത്. ഈ പത്താമത്തെ ചിത്രത്തിൽ ആ യൂസർ ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഒന്നാമത്തെ സൈഡിൽ, ഒന്നാമത്തെ ചിത്രത്തിൽ ഇനിയൊന്ന് വായിച്ച് നോക്കുക. ഓരോരോ ഓർഡർ ഒന്നുകൂടി റിവ്യൂ ചെയ്ത് നോക്കിയാൽ ഇതാണ് റിയാലിറ്റിയിൽ നടക്കുന്ന പല കോമഡികളും. അതൊരു കാർട്ടൂൺ രൂപത്തിൽ ആരോ ഇല്ലുസ്ട്രേറ്റ് ചെയ്തതാണ്. അതായത് എന്തൊക്കെ രൂപത്തിലുള്ള ശാസ്ത്രീയ മെത്തേഡുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ചാലും റിയാലിറ്റിയിൽ ഇതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, മറ്റ് മെറ്റീരിയൽസ് റെഫർ ചെയ്യുക, വീണ്ടും ഈ വീഡിയോ കാണുക.
So that's all to be discussed as part of this topic. Thank you very much. Thank you.